നമ്മൾ അപ്സെറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയുള്ള സമയത്ത് മനസ്സ് പതറാണ്ടിരിക്കുക. OTT-ൽ ഇറങ്ങട്ടെ. ഈ ഇപ്പൊ വന്ന പടം തന്നെയല്ലേ OTT-ൽ പറഞ്ഞത്, അല്ലാതെ മാറ്റമൊന്നും സംഭവിക്കില്ലല്ലോ. OTT-ൽ കാണാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. OTT കാണാൻ റിയാസ് ഖാന്റെ പോർഷനാണ് OTT-ൽ കാണാമെന്ന് പറഞ്ഞത്. എന്താ ചെയ്യാ? ഇനി ബോധം വന്നവരെ വെയിറ്റ് ചെയ്തി. എല്ലാരും വിളിച്ചോ, ഇന്ന് എന്റെ വക മേളക്കാരെയും വിളിച്ചോ, ഒന്ന് കൊഴുക്കട്ടെ. അതെ അതെ. ഇതെന്താ സോമ? മുതലാളി അവനെ പിന്നെയും കാണാണ്ടായി. ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. അരൂ സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കും. അവര് പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികളി. പിന്നെ മോനൊരു കൂട്ടം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്നറിയാവോ? മോനെ രംഗച്ചേട്ടൻ കാണിക്കുമെന്ന് പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ നന്നായത് പോയത്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഏതായാലും വേഷം കെട്ടി, എന്നാ വല്ല കൊള്ളാവുന്ന വേഷം കെട്ടാൻ വയ്യായിരുന്നു. തെറ്റെന്റെ ഭാഗത്താ. സത്യാവസ്ഥ മീനാക്ഷി പറഞ്ഞപ്പോൾ അറിഞ്ഞത്. റിയാസ് ഖാൻ ബ്രൂട്ടൽ സീൻ ചെയ്തിട്ടില്ല, പക്ഷേ റിയാസ് ഖാൻ ചെയ്ത ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. പിന്നെ സിനിമയുടെ ഓളത്തിനനുസരിച്ചിട്ട് ഡയറക്ടറിന്റെ അവരുടെ തീരുമാനത്തിനനുസരിച്ചിട്ട് അത് മാറ്റിയതാണ്. ഡയറക്ടറിനെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ്. താങ്ക് യു മോനെ, നന്നായി മോനെ ഒന്നും ചെയ്യാഞ്ഞത്.